ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ നാളായി കേട്ടോ. ഇപ്പോൾ ഈ ലോങ് വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ചടിപ്പുള്ള കാര്യമാണ് കേട്ടോ, ഭയങ്കര മടിയുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ ഷോർട്സിന് എടുക്കുന്ന എല്ലാം ലോങ് വീഡിയോയിലേക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഒത്തിരി ലെങ്തി വീഡിയോ ഉണ്ട്. ഇത് അടുത്ത ലോണത്തിന് ഇടാമെന്നും പറഞ്ഞ് വെച്ചേച്ചാണ് കേട്ടോ. ഞാൻ തമാശ പറഞ്ഞതാണ്, ഞാൻ എന്നെ തന്നെ ഒന്ന് ഊക്കി വിട്ട് കളിയാക്കിയതാണ്, വേറൊന്നും കൊണ്ടല്ല കേട്ടോ. എഡിറ്റിങ്ങിന് എനിക്ക് അതിൻ്റെതായ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഈ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ ഒരു കാര്യമല്ല. നമുക്ക് പെട്ടെന്നൊരു വീഡിയോ കാണുമ്പോൾ ആ വീഡിയോ കണ്ട് വിട്ടു, അത് എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്നത്. നമ്മളെപ്പോലെ ഈ കുട്ടികളെയൊക്കെയുള്ള ആളുകൾ അവരുടെ കാര്യവും വീട്ടിലെ കാര്യവും എല്ലാം നോക്കിയിട്ട് ഇത് ഇങ്ങനെ ചെയ്തെടുക്കാൻ സമയം ഒത്തിരി എടുക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറും ഒരു മീറ്റിങ്ങിൻ്റെ ഒരു പ്രോഗ്രസ് ആയിട്ടുള്ള ഒരു ഓണ സെലിബ്രേഷനാണ് കേട്ടോ നമ്മളിവിടെ കാണുന്നത്. എൻ്റെ അമ്മായിമാരും എൻ്റെ ഫാമിലി തന്നെയാണ്, എൻ്റെ അമ്മയും എൻ്റെ അമ്മായിമാരും കസിൻസും പിന്നെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇതേ ഓണ സെലിബ്രേഷൻ എങ്ങനെ ആഘോഷിക്കും എന്നൊക്കെ പ്ലാൻ ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ ടപ്പേന്ന് പറഞ്ഞ് നമ്മൾ പരിപാടി സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ പെട്ടെന്ന് ഇത് എൻ്റെ കല്യാണത്തിന് മുമ്പുള്ള സാരിയാണ് കേട്ടോ. സാരിയല്ല കേട്ടോ, അത് സെറ്റ് മുണ്ടായിരുന്നേ. ഇപ്പം ഞാനത് അമ്മയാണ് കേട്ടോ ഉടുക്കുന്നത്, അമ്മയ്ക്ക് കൊടുത്തേക്കാണ്. അപ്പോൾ അമ്മ ഉടുക്കുക, അമ്മയ്ക്ക് എളുപ്പത്തിന് ഉടുക്കാൻ വേണ്ടിയിട്ട് അമ്മ ഉടുക്കുകയാണ്. ഇപ്രാവശ്യം അങ്ങനെ ഓണക്കൂടിയൊന്നും നമ്മൾ വലുതായിട്ട് നമ്മൾ നോർമൽ കാഷ്വൽ വെയർ എടുത്തു കേട്ടോ. പക്ഷേ ഇങ്ങനെ സാരിയോ സെറ്റോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. കാരണം ഈ ഉടുക്കാതെ പിന്നെയും എടുത്ത് അലമാരിലോട്ട് വെക്കാനല്ലേ, ഒക്കേഷൻ വരുമ്പോൾ മാത്രമല്ലേ ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാനിത് കൊടുത്തേക്കുന്നത് എൻ്റെ മധുരം വെപ്പിൻ്റെ സെറ്റ് സാരിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടന്മാർക്ക് നമ്മൾ ഓണക്കോടി മുണ്ടും ഷർട്ടും കൊടുത്തു, അതേപോലെ തന്നെ കാഷ്വൽ വെയറും അവന്മാരെ നമ്മൾ ട്രീറ്റ് ചെയ്തു കേട്ടോ. കാരണം അവന്മാർക്ക് ആ കുഞ്ഞു മുണ്ടൊക്കെ കൊടുത്തിരിക്കുന്ന കാണാം. നമ്മുടെ ഡാവിക്കുട്ടൻ്റെ കുഞ്ഞു മുണ്ട് കണ്ടോ, എന്ത് ക്യൂട്ടാണല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു ഓണം വൈബിലേക്ക് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഓണപ്പാട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പാടിക്കൊണ്ടിരിക്കുന്നതാണ്. കുറച്ച് നേരം നമ്മുടെ ഡാവിക്കുട്ടൻ സ്ഥലവും കാര്യങ്ങളൊക്കെ മാറി എല്ലാവരെയും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഒത്തിരി ലാഗായിരുന്നു. ഇച്ചിരി നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ അയാൾ തന്നെ ഓക്കെ ആയി, എല്ലാവരുടെ കൂടി അങ്ങ് സിങ്കായി പോകും കേട്ടോ. പക്ഷെ എന്നാലും മമ്മീനെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മമ്മീനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കും. ഈ മമ്മീനെ വിളിത്തം ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാവില്ല കേട്ടോ. കാരണം എന്നെ വിളിക്കുന്നതാണ് ഈ കാണുന്നത്. കാരണം ഞാനുണ്ടെന്നാണെങ്കിൽ അല്ലെങ്കിൽ ഞാനില്ലെന്നാണെങ്കിൽ അവൻ്റെ ഡാഡിയോ അല്ലെങ്കിൽ അപ്പാപ്പനോ മതി കേട്ടോ. അവന് വേറെ ആരെയും വേണ്ട. അപ്പാപ്പനും ഡാഡിയും ഉണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടെന്ന് വേണം പറയാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ എളിയിൽ നിന്ന് മാറത്തില്ല കേട്ടോ. അപ്പോൾ അമ്മയടുത്ത് അങ്ങനെ പോകാറില്ല ആളങ്ങ്. അപ്പോൾ എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. തൊട്ടപ്പുറത്ത് ബെല്ലൈക്കണും കൂടി അമർത്തിയേക്കണേ. എന്നാലും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തുടർന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഓണസദ്യയുടെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് പ്രിപ്പയർ ചെയ്ത് ഇത് നമ്മുടെ ഒരു ആൻറ്റിയുടെ വീട്ടിലാണ് നമ്മൾ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നടത്തിയത്. പിന്നെ 2-3 പേര് പായസവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നു. ഫാമിലി ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നമുക്ക് ചൈൽഡ്ഹുഡ് പോലും സമയത്ത് മുഴുവൻ അറിയുന്ന ആളുകളാണ് കേട്ടോ. ബുഷറ ആൻറ്റിയും വിജയ് ആൻറ്റിയും ഒക്കെ നമ്മുടെ കൂടെയുള്ള ആളുകളാണ് കേട്ടോ. അപ്പോൾ വേറെ അമ്മയുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓണ സെലിബ്രേഷനിൽ വേറെ നമ്മൾ ഈ 2 ദിവസം തുടങ്ങി നമ്മൾ ക്വിക്ക്ലി പ്ലാൻ ചെയ്ത്, കാരണം വലിയ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെല്ലാവരും കൂടി ചെറുതായിട്ടൊരു ഓണസദ്യ കഴിക്കുന്നു, പിന്നെ എന്തെങ്കിലും പാട്ടും കാര്യങ്ങളും കസേര. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് സഡൻലി കസേര കളിയും പിന്നെ എന്താണ് പന്ത് മാറ്റിക്കളിയോ അങ്ങനെ എന്താണ് അതിൻ്റെ പേര് പറയും കേട്ടോ. അതെനിക്ക് ഇപ്പോൾ വിട്ടുപോയി കേട്ടോ. അന്നേരം ഇങ്ങനെ പന്ത് തട്ടലോ അങ്ങനത്തെ ഒരു കളിയും കൂടി കളിച്ചു കേട്ടോ. നല്ല രസമായിരുന്നേ. എല്ലാവരും കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിലും ഗംഭീരമാക്കണം എന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തു കേട്ടോ. മിനിയാൻറ്റിക്ക് ഒരു ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന കാരണമാണ് കേട്ടോ. മിനിയാൻറ്റിയുടെ മുടിയൊക്കെ അങ്ങനെ ഒരു വലിയൊരു ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്, തലയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ പുള്ളിക്കാരത്തിയുടെ. അപ്പോൾ അത് കാരണം ആൻറ്റി അങ്ങനെ ഇത്തിരി ലേറ്റായിട്ടൊക്കെ വന്നത്. ആൻറ്റിക്ക് പാടില്ല കേട്ടോ. അപ്പോൾ ആൻറ്റിയും ഗീതുമൊക്കെയാണ് കേട്ടോ. അത് നമ്മുടെ ഒരു ഫാമിലിയിലെ മെമ്പറാണ്. അപ്പോൾ അവർ വന്ന് അവർക്ക് വെള്ളമൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ കണ്ടത്. നമ്മളെല്ലാവരും വെള്ളം നേരത്തെ വന്നപ്പോൾ തന്നെ കുടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിരുന്ന് വർത്തമാനവും കാര്യങ്ങളൊക്കെയാണ്, ഞങ്ങൾ ഓരോ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ കൂടുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയൊരു കസേര കളി പ്ലാൻ ചെയ്തു. നല്ല രസമായിരുന്നു. കളിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു രസം തോന്നി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ നമ്മുടെ ഡാവിക്കുട്ടൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ ഞാൻ കയറിയില്ല, കാരണം എനിക്ക് വീഡിയോ എടുക്കണ്ടേ. അപ്പോൾ നമ്മുടെ കസേരയുടെ എണ്ണവും കുറവായതുകൊണ്ട് ഞങ്ങൾ 2 സെക്ഷനായിട്ടാണ് കേട്ടോ. ഓരോ ആളുകൾ ഔട്ടാവുന്നതിനനുസരിച്ച് അടുത്ത ആളുകളെ കയറ്റാം എന്നുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ അമ്മ ഔട്ടായി കേട്ടോ. അത് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് റൗണ്ടിലും അമ്മ കയറിയോ, എന്ത് കളിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ സെക്കൻഡ് റൗണ്ടിലും
ഇതേ കസേര ഉണ്ടായിട്ട് ഇടിപിടുത്തമാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ദേ അവരിതേ കസേരയ്ക്ക് ഓടുന്നതാണ് കേട്ടോ കാണുന്നത്. അമ്മ ദേ ഇടയ്ക്കിടയ്ക്ക് ഫൗളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അവസാനം വിജയ ചേച്ചി ഒരു അടിയൊക്കെ വെച്ച് കൊടുത്തോളം എന്നെ പറ്റിച്ചിട്ട് കയറിയിരുന്നു എന്നും പറഞ്ഞ് ആ ചിരി, ഇതിൻ്റെ ഇടയിൽ കുറേ കളിയും ചിരിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. സന്തോഷമുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാരണം ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആവും. അത് കാരണമാണ് കേട്ടോ നമ്മളതൊന്നും ഇടായിരുന്നേ. അപ്പോൾ ഈ അടുത്ത റൗണ്ടിൽ ഞാൻ കയറിയായിരുന്നു കേട്ടോ. ഞാൻ ബേബിനെ കൊണ്ട്, നമുക്കതൊരു കളിയുടെ കാര്യമല്ല, ജസ്റ്റ് ഒരു പാർട്ടിസിപ്പേഷൻ, ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റൊന്നും ഇല്ല കേട്ടോ. ഞാൻ കുഞ്ഞിനെ ഒന്ന് ചിറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തുള്ളുന്നത്. നമ്മുടെ ഓണമല്ലേ, നിങ്ങളെല്ലാവരും ഇങ്ങനെ ചറവറ നടക്കാതെ ഇങ്ങനെ ഓടി നടക്ക്. ഇതിപ്പോൾ കള്ളക്കളി കളിക്കുന്നതാണ്. കാരണം പാട്ട് നിർത്തുന്നതിന് മുമ്പേ എൻ്റെ അമ്മ മുമ്പ് മുഴുവൻ ഫൗളായിരുന്നു കേട്ടോ കളിയിലെല്ലാം. പാട്ട് നിർത്തുന്നതിന് മുമ്പേ കുണ്ടിയും കൊണ്ട് സോറി അങ്ങനെ വന്ന് ഇരുന്നത് കാരണം നമ്മൾ കളിയാക്കി വിടുന്നതാണ് കേട്ടോ. അവസാനം ഞാൻ അമ്മേനെ തള്ളി വിട്ടു കേട്ടോ. അമ്മയും മോളും കൂടി നല്ല പോട്ടിയായിരുന്നേ. ഇതിൽ ജയവും തോൽവിയൊന്നും ഇല്ല കേട്ടോ. ഞാനപ്പോൾ അങ്ങനെ ഞങ്ങളവരെല്ലാവരും കൂടി ഒരു പാർട്ടിസിപ്പേഷൻ മാത്രമാണ്. അപ്പോൾ എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് ഓടാൻ പോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മേനോട് തന്നെ കയറിക്കോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ എനിക്ക് പകരമായിട്ട് പിന്നെ അമ്മ കയറുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു കസേരയൊക്കെ മാറ്റി വെച്ചു. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കളിയും കാര്യങ്ങളൊക്കെ. അമ്മ ഇപ്പോഴും 18 കഴിഞ്ഞ കുട്ടിയെന്നാണ് നമ്മുടെ വിചാരം. അമ്മ ഓടുന്നതുണ്ടോ. അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ത്രില്ലുള്ള കാര്യമാണ് കേട്ടോ. ആ കാര്യത്തിൽ ഞാൻ ഒത്തിരി ലക്കാണ് കേട്ടോ. ഇപ്പോഴും എൻ്റെ അമ്മ ആ ഒരു വൈബി ഇപ്പോൾ ഔട്ടായി കേട്ടോ. ഈ കളിക്കാത്ത ശ്രദ്ധിക്കാതെ ആൾ എന്നെ കണക്ക് ഡാൻസും പാട്ടും കളിക്കുന്നതിൽ ഭയങ്കര ത്വരയാണ്. എന്നെ കണക്കല്ല കേട്ടോ, ഞാൻ അമ്മേനെ പോലെയാണ്. അടുത്തത് മിനിയാൻ്റെയും ഗീതു ചേച്ചിയും ദീപമായും കൂടി കയറിയേക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. 2 കസേര വെച്ചിട്ടുണ്ട്. 3 പേരും കൂടി മത്സരമാണ് കേട്ടോ. മിനിയാൻ്റിക്ക് ഓടാൻ വയ്യ കേട്ടോ. എന്നാലും നമ്മളൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ലേന്ന് പറഞ്ഞിരിക്കുകയാണ്. അവസാനം നീ കയറിക്കോ ഞാൻ മാറുന്നെന്നും പറഞ്ഞ് മിനിയാൻ്റി മാറുന്നതാണ് നിങ്ങൾ കണ്ടത്. അവസാനം ദീപമായിക്ക് എല്ലാവരും അവസാനം ഈ 2 ഗെയിമിങ്ങിലും ദീപമായി ഇതേണക്ക് ഓട് എന്നും പറഞ്ഞാണ് കേട്ടോ. രസമായിരുന്നേ. ഞങ്ങളെല്ലാവരും കൂടി ക്ലാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ദീപമായി അവക്കടെ അതായത് അമ്മായിയുടെ മോൾ അവിടെ നിൽപ്പുണ്ടേ. അമ്മ ജയിക്കാൻ വേണ്ടിയിട്ട് മോക്കടെ ഒച്ചപ്പാടും ബഹളവും കണ്ടായിരുന്നു. 2 പേരും ഒരുമിച്ചിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ഗീതുവിനാണ് കേട്ടോ ഫസ്റ്റ് പ്രൈസ് കൊടുത്തത്. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ അടുത്തത് നമ്മൾ ബോൾ പാസിംഗ് ആണ്. ഇപ്പോഴാണ് കേട്ടോ നമ്മുടെ ആ ഗെയിമിങ്ങിൻ്റെ പേര് കിട്ടിയത്. അപ്പോൾ ഞാനും നമ്മുടെ ഡാവിക്കുട്ടനും കൂടി വെറുതെ ഇരുന്നായിരുന്നു കേട്ടോ. കാരണം ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ള രീതിയിലിരുന്നു. ഇതൊന്നും ഗെയിമിങ്ങിൻ്റെ ഭാഗമായിട്ടല്ല, ഞങ്ങളൊന്ന് വെറുതെ ഒരു രസത്തിൻ്റെ പുറത്ത് കളിക്കുന്നതെന്ന് മാത്രം കേട്ടോ. അവസാനം ഈ ബോൾ പാസിങ്ങിൽ അമ്മയും ദീപമായും കൂടിയാണ് കേട്ടോ വന്നത്. അവർ 2 പേരും കൂടി നല്ല പൊരിഞ്ഞ കളിയാണ്. നാത്തൂമാരും 2 പേരും കൂടി കളിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പം ഞങ്ങൾ അപ്പോൾ ഉള്ളൊരു പ്രോപ്പർട്ടി വെച്ച് സഡൻലി ക്വിക്ക്ലി പ്ലാൻ ചെയ്ത് അവസാനം അമ്മ ജയിച്ചു ദീപമായി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് കണ്ടത്. അത് കഴിഞ്ഞ് വേറെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സദ്യയിലേക്ക് ഡയറക്റ്റ് കടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സദ്യക്ക് പായൊക്കെ വിരിച്ച് പിള്ളേരെ ഫസ്റ്റ് ഇരുത്തി കേട്ടോ. അപ്പോൾ അവർക്ക് വിളമ്പുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഓരോ കറികളായിട്ട് ഓരോ ആളുകൾ എളുപ്പത്തിന് ഓരോ സൈഡിൽ നിന്ന് അങ്ങ് വിളമ്പി മാറുമ്പോൾ അങ്ങ് നേരം കളയില്ലല്ലോ. അപ്പോൾ ഓരോ ആളുകളായിട്ട് ഓരോ കറികൾ ഇങ്ങനെ ഇലയിൽ വിളമ്പിക്കൊണ്ടിരിക്കുന്നതാണേ. അപ്പോൾ ഞാനും ഒന്ന് വിളമ്പട്ടെ എന്നൊക്കെ ഇടയ്ക്ക് കയറി. കാരണം കൊച്ചു കയ്യിരിക്കുന്ന കാരണം എനിക്ക് വിളമ്പാൻ കിട്ടില്ല. ഞാൻ അമ്മയെടുത്ത് കൊടുത്തോണ്ട് അപ്പം അമ്മയ്ക്ക് കാലുവേനയാണ് കേട്ടോ. അപ്പോൾ ഇത്ര നേരം ആ ഗെയിമിങ്ങൊക്കെ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അങ്ങ് തുള്ളി ഓടി കളിച്ചത് കാരണം പിന്നെ ഇത്തിരി നേരം ഇരിപ്പായി കേട്ടോ ആൾ. അപ്പോൾ ഞാൻ അമ്മയെടുത്ത് കൊടുത്തോണ്ട് ഞാനും വിളമ്പി കൊടുക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇവർ 2 പേരും കൂടി പറയാം അത് വിളമ്പണ്ട ഇത് വിളമ്പണ്ട. അപ്പം ഞങ്ങൾ പറയുന്നുണ്ട് ഇലയിലെല്ലാം വെക്കണോടാ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിപ്പെണ്ണിരിക്കുന്നതുകൊണ്ടിട്ടാണ് കേട്ടോ നമ്മുടെ ചോക്കുട്ടൻ ചേട്ടാ ഇതൊന്നും വേണ്ടാന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൾ ഒത്തിരിയുണ്ട് കേട്ടോ വേണ്ടാന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ ചേട്ടായി പറയും അതവിടെ ഇരുന്നോട്ടെ കുഴപ്പമില്ല, നമുക്ക് ചോറ് മാത്രം തിന്നാൽ മതിയായിരുന്നു. ചേട്ടായി ഇതൊന്നും കൂട്ടാതെ അവസാനം പച്ചച്ചോറ് മാത്രമേ കഴിക്കത്തുള്ളൂ. വല്ല അച്ചാറുണ്ടെന്നാണെങ്കിൽ സൈഡിൽ നിന്ന് തൊടും, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാ കറികളും വിളമ്പി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങ് ഇരുന്നു കേട്ടോ. അപ്പോൾ ഈ ഇലയിൽ എല്ലാ കറികളും വിളമ്പി കഴിയുമ്പോൾ ഒരു സംതൃപ്തിയാണ് കേട്ടോ. ഞാൻ നല്ല കുശാലായിട്ട് ഒരു ഇച്ചിരി ചോറേ കഴിച്ചുള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ പായസം നമ്മുടെ ലൈജുമായുടെ പായസം പരിപ്പ് പായസം ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. 2 തരം പായസങ്ങളൊക്കെ കുടിച്ച് ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് തിരിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുന്നതാണ് കേട്ടോ കണ്ടത്. വർത്തമാനമൊക്കെ പറഞ്ഞ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഈ ഒരു ഓണ സെലിബ്രേഷൻ വീഡിയോ ഇവിടെ കഴിയുന്നു. ഇന്നത്തെ ദിവസത്തെ എന്തൊക്കെയോ ഞങ്ങൾ പുറത്തൊക്കെ പോയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും ഞാൻ ഈ ഒരു കൂട്ടത്തിൽ കാണിക്കുന്നുണ്ട് ഗൈസ്.
അപ്പോൾ ഇത് നമ്മുടെ ഓണപ്പരിപാടി കഴിഞ്ഞത് ചതയത്തിൻ്റെ ദിവസം എന്തോ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സുറിയാനിപ്പള്ളിയിലെ മാതാവിൻ്റെ പെരുന്നാളാണ് കേട്ടോ. മാതാവിൻ്റെ ബർത്ത്ഡേ ദിവസമാണ്. ഇപ്പോൾ നമ്മൾ മാതാവിനെയും കൂടി ഒന്ന് പള്ളിയിൽ പോയി വിഷ് ചെയ്ത് മാതാവിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന പോക്കാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. അവിടെ കുർബാനയും മാസും കാര്യങ്ങളും അതിൻ്റെ ഒപ്പം തന്നെ രൂപമുത്തലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പം ഒരു ചെറുതായിട്ട് മാത്രമേ ഈ ലൈറ്റിങ് കാണിക്കുന്നുള്ളൂ. ഇന്നലെയൊക്കെ മുഴുവൻ ഫുൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരുന്നു. ഇപ്രാവശ്യത്തെ പ്രസിദ്ധന്മാർ പൊളിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. കാരണം എല്ലായിടത്തും ലൈറ്റായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇവിടുത്തെ ലൈറ്റൊക്കെ അങ്ങ് ഓഫാക്കി കേട്ടോ. ഒരു സൈഡിൽ എന്തോ ഇന്നലെയൊക്കെ മുഴുവൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ കൊടിയിറങ്ങുന്ന നാളെയാണ് കേട്ടോ കൊടിയിറക്കം. ഇന്നാണോ നാളെയാണോ എന്ന് കൺഫർമേഷൻ അറിയില്ല. എന്തായാലും രൂപമുത്താനുള്ള ക്യൂ അങ്ങ് വരെ നിൽക്കുന്ന കാരണം നമ്മുടെ ഡാവിക്കുട്ടിനെ അധികം നേരം നമുക്ക് നിർത്താൻ പറ്റില്ല കേട്ടോ. അവനെയും കൊണ്ട് നിർത്തുന്നത് ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓർത്തു തിരിച്ചു പോയിട്ട് അതായത് ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞ് തിരിച്ച് വണ്ടി ഞങ്ങൾ വളയ്ക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ വീട്ടിൽ വന്ന ഡാഡി നമ്മളിടയിൽ ഒന്ന് പുറത്തേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ ഡാഡി വന്ന് പിന്നെ തിരിച്ച് വന്നിട്ട് ഞങ്ങളെ ആയിട്ട് പോകും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിനൊരു സെക്കൻഡ് ട്രിപ്പ് റെഡിയായി നിൽക്കുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ആവിക്കുട്ടന് ഇത്തിരി മഞ്ഞൊക്കെ ഇറങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ മൂന്നാറിന്ന് വാങ്ങിച്ച തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് രൂപം മുത്താൻ പറ്റി. കാരണം അവിടെ പള്ളിയൊക്കെ ഓൾമോസ്റ്റ് അടക്കിയാണ്. രൂപം മുത്തി തിരിച്ചിറങ്ങി. അവനെന്തോ പൊരിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. ഈ പ്രാവശ്യത്തെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. മാതാവിന് വിഷൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി കഴിയുമ്പോഴാണ് അമ്മ എന്നോട് പറയുന്നത് നമ്മുടെ ചിത്തുമോന് സാധനങ്ങളൊക്കെ കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ അതിന് ഇപ്പോഴാണ് ഡേറ്റ്, അവൻ പോകുന്ന ഡേറ്റ്, അവൻ്റെ ഫ്രണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഇപ്പോഴാണ് അറിഞ്ഞതെന്ന് നേരത്തെ നമ്മളോട് പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മൾ ഡേറ്റ് ഇന്നതായിരുന്നു എന്ന് നമ്മൾ ഓർത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ നമ്മളോട് 2-3 കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷേ അത് അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യം വെച്ച് കഴിഞ്ഞാൽ അവസാനം അത് ഇന്ന കാര്യമൊന്നുമില്ല, എല്ലാ കാര്യവും അവസാനത്തിലൊരു ഓട്ടമാണല്ലോ. ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവസാനം നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ നട്ടപ്പാതിരാത്രി 11 മണിയായപ്പോൾ ഫോർട്ട് കൊച്ചി വരുന്നതാണേ. പിള്ളേർ 2 പേരും അമ്മയുടെ തേപ്പിച്ചിട്ട് പള്ളി കഴിഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ട് തിരിച്ച് വരുന്ന വഴി. അപ്പോൾ അമ്മ അവിടെ നിന്ന് അച്ചാർ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അച്ചാർ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ചെമ്മീനച്ചാർ. അതൊക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവൻ എന്നോട് ഉപ്പിലിട്ട കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ ഫോർട്ട് കൊച്ചി വരുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടത്. ഫോർട്ട് കൊച്ചിയിൽ ഭാഗ്യത്തിന് അവൻ 11 മണിയായപ്പോൾ കട തുറന്നത്. നല്ലൊരു അത്യാവശ്യം കച്ചവടമുള്ളൊരു കടയാണ്, നല്ല സാധനങ്ങളും കിട്ടുന്ന കടയാണ് കേട്ടോ. അപ്പോൾ ഏത് നേരവും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഭാഗ്യത്തിന് വന്നപ്പോൾ അവൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു തമിഴ്നാട് വണ്ടി ഉള്ളത് കൊണ്ടിട്ട് അവൻ ഭയങ്കര ആക്റ്റീവായിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവനോട് നമ്മൾ മാങ്ങ തീർന്നു പോയി കേട്ടോ. അപ്പം അവൻ എന്നോട് ലൗലോലിക്കൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. പക്ഷെ നെല്ലിക്ക ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ നെല്ലിക്ക വാങ്ങിച്ചു, മാങ്ങ കിട്ടിയില്ല. അങ്ങനെ അവൻ്റെ നിന്ന് തന്നെ ഞങ്ങൾ ഇത്തിരി വില കൊടുത്തിട്ട് നമുക്ക് ഈ രാത്രി പോയി നാളെ സാധനം കൊടുത്തു വിടണമല്ലോ. അപ്പം മാങ്ങ വേറെ എവിടെ നമുക്ക് കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ ഈ നെല്ലിക്കയൊക്കെ വാങ്ങിച്ചങ്ങ് ഉപ്പിലിട്ടേനും കേട്ടോ. പക്ഷേ അവൻ്റെ നിന്ന് തന്നെ വാങ്ങിച്ചു. നമുക്ക് സമയമില്ലാത്ത കാരണം കുഞ്ഞ് പറഞ്ഞതല്ലേന്ന് ഓർത്ത് അവൻ്റെ നിന്ന് വാങ്ങിച്ചു. നമ്മൾ 2 മാങ്ങ അവൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി ഉപ്പിലിടാന്നുള്ള സെറ്റപ്പിൽ വീട്ടിൽ പോയി ഉപ്പിലൊക്കെ ഇട്ടു കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. താങ്ക് യു.